ഉദ്വേഗജനകമായ നിമിഷങ്ങൾക്കൊടുവിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം LDF നിലനിർത്തി. ആകെ 18 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ LDF 9, UDF 8, NDA 1 എന്നിങ്ങനെയാണ് ഇത്തവണത്തെ കക്ഷിനില. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്നപ്പോൾ ഭരണം ആരുടെ കൈകളിൽ എത്തുമെന്നറിയാൻ കഴിയാത്ത അങ്കലാപ്പിലായിരുന്നു അവസാന നിമിഷം വരെയും ഇരുമുന്നണികളും. അതേസമയം മാറി മാറി വന്ന മുന്നേറ്റത്തിന്റെ അന്തിമ ഫലമറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ജനങ്ങൾ എല്ലാവരും തന്നെ. ഒടുവിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ വെച്ചാണ് UDF-ൽ നിന്നും ഭരണസാരഥ്യം വഴിമാറിപ്പോയത്. വിധി നിർണയം പൂർത്തിയായപ്പോൾ ആകെയുള്ള 18 ഡിവിഷനുകളിലെ 9 എണ്ണത്തിൽ നിന്ന് LDF-ഉം 8 എണ്ണത്തിൽ നിന്ന് UDF-ഉം 1 എണ്ണത്തിൽ നിന്ന് NDA-യും വിജയിച്ചു കയറി. ദേലമ്പാടി, കുറ്റിക്കോൽ, കള്ളാർ, കയ്യൂർ, പിലിക്കോട്, ചെറുവത്തൂർ, മടിക്കൈ, പെരിയ, ബേക്കൽ എന്നീ ഡിവിഷനുകൾ ഇടതുമുന്നണിക്കൊപ്പം നിന്നപ്പോൾ വോർക്കാടി, പുത്തികെ, ചിറ്റാരിക്കാൽ, ഉദമ, ചെങ്കള, സിവിൽ സ്റ്റേഷൻ, കുമ്പള, മഞ്ചേശ്വരം ഡിവിഷനുകളാണ് ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പം ചേർന്നത്. ബദിയടുക്ക ഡിവിഷൻ NDA-യെ അനുകൂലിച്ചു. ഇതിൽ കുറ്റിക്കോൽ ഡിവിഷനിൽ നിന്നും വിജയിച്ചു വന്ന സാബു അബ്രഹാം ആയിരിക്കും ഇത്തവണ ജില്ലാ പഞ്ചായത്തിലെ LDF ഭരണത്തിന് നേതൃത്വം നൽകുക. ജില്ലാ പഞ്ചായത്തുകളിലടക്കം കേരളത്തിൽ UDF-ന്റെ വലിയ മുന്നേറ്റമുണ്ടായപ്പോഴും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം കൈവിടാതെ കാത്തുനിർത്താനായതിന്റെ സന്തോഷത്തിലും അഭിമാനത്തിലുമാണ് LDF നേതാക്കളും സ്ഥാനാർത്ഥികളും ഒപ്പം പ്രവർത്തകരും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.